ഇന്നത്തെ അസ്തമയത്തോടുകൂടി പ്രാരംഭം കുറിക്കുന്ന, അല്ലെങ്കിൽ തൊട്ട് മണിക്കൂറുകൾക്ക് ശേഷമോ പ്രാരംഭം കുറിക്കുന്ന വിശുദ്ധമായ ദിനരാത്രങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഖുതുബയിൽ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അവന്റെ പ്രതിനിധികളാക്കി എന്നത് മനുഷ്യരെ അള്ളാഹു ബഹുമാനിച്ചതിന്റെ ഭാഗമാണ്. ആ പ്രാതിനിധ്യ കടമ പൂർത്തീകരിക്കാൻ അള്ളാഹു ഒരുക്കിയ ചില പ്രധാനപ്പെട്ട സന്ദർഭങ്ങളും അവസരങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും വ്യക്തികളൊക്കെ ഉണ്ട്. അതിൽ വിശ്വാസികൾക്ക് ഒരുങ്ങാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. വിശുദ്ധമായ ഖുർആൻ അത് വെച്ചുകൊണ്ട് സത്യം ചെയ്തു എന്ന് തന്നെ മഹത്വത്തെ വിളിച്ചോതുന്ന ലക്ഷണമാണ്, അതിന്റെ കൃത്യമായ സൂചനയാണ്. വൽ ഫജ്ർ, അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് പ്രഭാത സമയം തന്നെയാണ് സത്യം. എന്താണ് പ്രഭാത സമയമാണ് സത്യം എന്ന് പറയാൻ കാരണം? പ്രഭാത സമയം ഇരുട്ടിൽ നിന്ന് വെട്ടം വരുന്ന സമയമാണ്. അതോടുകൂടി മനുഷ്യര്, മൃഗങ്ങള്, പക്ഷികൾ ഇവകളെല്ലാം ഉറക്കിൽ നിന്ന് ഉണരുന്നൊരു സമയമാണ്. ഉറക്ക് എന്നത് മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഉറക്കിന് ശേഷമുള്ള അനുഭവങ്ങൾ ബർസഖിയായ ഖബറിലെ അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതുമാണ്. അപ്പൊ ആ ഉറക്കിൽ നിന്നിങ്ങോട്ട് ഉണരുകയാണെന്നുള്ളത് ഖബറിൽ നിന്ന് മഹ്ശറക്ക് വേണ്ടി മനുഷ്യൻ മണ്ണ് തട്ടി എണീക്കുന്ന യഥാർത്ഥ ഉണർവിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആ സമയത്ത് വെച്ചുകൊണ്ട് സത്യം ചെയ്തത്. അല്ലെങ്കിൽ വൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം തന്നെയാണ് സത്യം. എന്താണ് സുബ്ഹി നിസ്കാരത്തെ വെച്ചുകൊണ്ട് സത്യം ചെയ്യാൻ കാരണം? അള്ളാഹു തആല രാത്രിയും മലക്കുകളും, രാത്രിയിലും പകലുകളിലുമായി 2 വിഭാഗം മലക്കുകളെ മാറി മാറി ഇറക്കിക്കൊണ്ടിരിക്കും. രാത്രി ഇറങ്ങിയ മലക്കുകൾ പകൽ സമയത്ത് കയറി പോകുമ്പോ പകൽ സമയത്ത് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ ഇറങ്ങും. പക്ഷെ ഈ 2 വിഭാഗം മലക്കുകളും സംയുക്തമായി സംഘടിക്കുന്ന 5 വക്ത നിസ്കാരങ്ങളിൽ ഒരേ നിസ്കാരം അത് സുബ്ഹി നിസ്കാരമാണ്. രാത്രികത്തെ മലക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞാണ് കയറി പോണതിന് മുമ്പ് നിസ്കരിക്കാൻ പങ്കെടുക്കും. പകലിലെ മലക്കുകളൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് സുബ്ഹി നിസ്കാരം തന്നെയാണ് സത്യം എന്നും ഇതിന് സൂചനയുണ്ട് എന്ന് ചില മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടല്ല നിങ്ങൾ നോക്കി, ഏത് മഹല്ലുകളിലും മഗ്രിബിന് പള്ളിയിൽ നല്ല ആളുണ്ടാവും, നിസ്കരിക്കാൻ ജമാഅത്തിന് ഫുള്ള് ആളായിരിക്കും. ഇശാക്കും തരക്കടില്ലാത്ത ആളുകളുണ്ടാവും. ളുഹറിനും പല ആളുകളും കടകളിൽ നിന്നും പണിയിൽ നിന്നൊക്കെ ജമാഅത്തിന് വരാൻ വേണ്ടിയിട്ട് പള്ളിയെ കയറി ഒന്നുകൊടുത്ത് നിസ്കരിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷെ സുബഹിക്ക് പല പള്ളികളിലും ആളുകൾ വളരെ കുറവായിരിക്കും. ഞാൻ നമ്മുടെ ഈ പള്ളിന്റെ അവസ്ഥ മാത്രമല്ല ഇത് വെച്ച് പറയല്ല, പൊതുവെ ഈ പള്ളി എന്നാലും ഭേദമാണ്. പല പള്ളികളിലും സുബഹിക്ക് വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. കാരണം ആ സമയത്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക് പകൽ ഡ്യൂട്ടിയുള്ള മലക്കളുടെയും രാത്രി ഡ്യൂട്ടിയുള്ള മലക്കളുടെയും ഹസ്തദാനം കിട്ടും, ദുആ കിട്ടും. അത് നിരന്തരമായി കിട്ടുന്ന മുഅ്മിനീങ്ങൾ നരകത്ത് പോകില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അത്ര ഭാഗ്യമുള്ള ആളുകൾക്ക് സുബഹിക്ക് ജമാഅത്തിന് വരാൻ പറ്റും. വരണമെന്ന് കരുതിയാലും വീട്ടിൽ കിടന്ന് ഉറങ്ങും. എന്തുകൊണ്ട്? ഇബ്ലീസ് വിടൂല. കാരണം എന്തുകൊണ്ട്? 2 വിഭാഗം മലക്കളുടെയും സപ്പോർട്ടും അംഗീകാരവും അഭിനന്ദനം ഉണ്ടാകുന്ന നിസ്കാരമാണ്. അപ്പൊ അതിൽ പോയാല് അത് ഇബ്ലീസിന് തീരെ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെങ്കിലൊക്കെ സുബഹിന്റെ താളം തെറ്റിക്കാൻ വേണ്ടി എങ്ങനെ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ അതിൽ നിന്ന് തടുക്കുന്ന ദുശക്തി സാക്ഷാൽ ഇബ്ലീസാണ്. കാരണം ഖുർആൻ സത്യം ചെയ്ത നിസ്കാരമാണ്. വൽ ഫജ്രി, സുബഹി നിസ്കാരം തന്നെയാണ് സത്യം. അല്ലെങ്കിൽ വൽ ഫജ്രി എന്നതിന് മറ്റൊരു വ്യാഖ്യാനമാണ് ഒരു ഇഖ്ലാസുള്ള മനുഷ്യൻ ചെയ്യുന്ന അമൽ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, അതിന് അള്ളാഹു കൊടുക്കുന്ന 10 പ്രതിഫലം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ എന്നാണല്ലോ. ആ 10 പ്രതിഫലം തന്നെയാണ് സത്യം എന്നും ചില തഫ്സീറുകളിൽ കാണാം. അല്ലെങ്കിൽ അതിന് മറ്റൊരു വ്യാഖ്യാനം വൽ ഫജ്രി, പ്രഭാതം പോലെ പ്രകാശമയമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, അശ്റത്തുൽ മുബശ്ശരീങ്ങൾ തന്നെയാണ് സത്യം. ഇങ്ങനെ ഖുർആന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ പറഞ്ഞാലും തീരില്ല. എന്നിട്ട് വലയാലിൻ അശ്ർ, അല്ലാഹു 10 ദിനരാത്രങ്ങളെ വെച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം 10 ദിനരാത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹിജ്ജ് മാസത്തിലെ പ്രഥമ 10 ദുൽഹിജ്ജിന്റെ ഷഹറിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ്.
മാസത്തിലെ പ്രഥമ 10 ദിവസങ്ങളെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു എടുത്ത് പറയുന്നത്. അതുകൊണ്ട് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ അരുളപ്പാടാണ്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹി അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ ഈ 10 ദിനങ്ങളിലെ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിലെ സുഹൃതങ്ങളാണ് എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ പറയണ എന്തിനാ വെച്ചാല് ഇനിയുള്ള രാവും പകലും ചെറിയ വിഷയമല്ല. ഇസ്ലാം കാര്യം 5 ഒരുമിച്ച് കൂടുന്ന രാപ്പകലാണ്. അങ്ങനെ ഒറ്റ 10 ഉള്ളൂ ദുനിയാവിൽ, ഒറ്റ 10 ഉള്ളൂ. അത് ദുൽഹിജ്ജിൽ ആദ്യത്തെ 10. റമദാനിൽ ഇസ്ലാംകാരെ 5 ഒരുമിച്ച് കൂടൂല, 4 ഉള്ളൂ. ഷാത്തലിമുണ്ട്, നിസ്കാരമുണ്ട്, ജക്കാത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്, നോമ്പുണ്ട്. വേറെ ഒരു മാസത്തിൽ ഇസ്ലാംകാരെ 5 ഒരുമിച്ച് കൂടൂല. ഇസ്ലാം കാര്യത്തിൽ 5 ഒരുമിച്ച് കൂടുന്ന ദുനിയാവിലെ ഒരേ മാസവും ഒരേ ദിവസങ്ങളും ഈ വരുന്ന ദുൽഹജ്ജ്, നാളെ വരുന്ന ദുൽഹജ്ജിലെ അതിൽ ആദ്യത്തെ 10 ആണ്. കാരണം അതിൽ ഇസ്ലാംകാരി 5 ഉണ്ട്. നോമ്പ് മറ്റു മാസങ്ങളിൽ ഇല്ലല്ലോ, അത് ദുൽഹജ്ജ് മാസത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇസ്ലാം കാര്യം 5ഉം ഒരുപോലെ ഒരുമിച്ച് കൂടുന്ന ദുനിയാവിൽ അള്ളാഹു വെച്ച സമാനിൽ ഒരേ സമാൻ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഈ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. എന്നിട്ട് ആ സത്യം ചെയ്തിട്ട് പടച്ചവൻ അവസാനം പറയുകയാണ്, വശഫഇ വൽ വത്രി, ഇരട്ട തന്നെയാണ് സത്യം, ഒറ്റ തന്നെയാണ് സത്യം, ഇരട്ട തന്നെയാണ് സത്യം. എന്ന് പറഞ്ഞാൽ മനുഷ്യരൊക്കെ ഇരട്ടകളാണ്. ഖലഖനാ സൗജൈൻ, മനുഷ്യന്മാരെ നാം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. സൃഷ്ടികളൊക്കെ ഇണകളാണ്. മനുഷ്യരെന്ന് മാത്രമല്ല, സൃഷ്ടികൾ മുഴുവനും ഇണകളാണ്. ഇണയില്ലാത്ത ഒന്ന് വത്ർ അള്ളയാണ്. കാരണം ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലെങ്കിൽ വശഫഈ, ആദം അലൈഹിസ്സലാമും ഹവ്വാബിയും തന്നെയാണ് സത്യം. വൽ വത്രി, അവരെ സൃഷ്ടിച്ച അള്ളാഹ് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ വശഫഈ, ഈ ദുൽഹജ്ജ് മാസത്തിലെ പെരുന്നാളുകൾ തന്നെയാണ് സത്യം. വൽ വത്രി, ഒറ്റ എന്ന് പറഞ്ഞാൽ അറഫാന്റെ ദിവസം തന്നെയാണ് സത്യം. അല്ലെങ്കിൽ വശഫഈ, 2 ചുണ്ട് തന്നെയാണ് സത്യം. വൽ വത്രി, 1 നാവ് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ വശഫഈ, 2 കൈ, 2 കാല്, 2 കണ്ണ് തന്നെയാണ് സത്യം. വൽ വത്രി, ഒറ്റ കൽബ് തന്നെയാണ് സത്യം. ഇങ്ങനെ പറഞ്ഞാൽ നീളാത്ത വ്യാഖ്യാനങ്ങളാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അവസാനം പടച്ചവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഇതിൽ സത്യം ചെയ്യാൻ മാത്രം വിശേഷമില്ലേ, പ്രത്യേകത ഇല്ലേ? ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് സത്യം ചെയ്തിട്ട് വർഷം വയ്ക്കാണ്. ഇത് സത്യം ചെയ്യാൻ മാത്രം മുതലില്ലേന്ന്. ഈ 10 ദിവസങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ സത്യം ചെയ്യാൻ മാത്രം മഹത്വമില്ലേന്ന് പടച്ചോൻ ചോദിച്ച രീതിയിൽ സത്യം ചെയ്ത് എടുത്തുയർത്തി കാണിച്ച അതിപ്രധാനപ്പെട്ട പവിത്രമായ രാവുകളാണ് ഇന്നത്തെ അസ്തമയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നത്. ആരും വെറുതെ ആക്കരുത്. മൻ അക്രമ ഹാദിഹിൽ അയ്യാമ, ഈ 10 ദിനങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചാൽ, എങ്ങനെ ബഹുമാനിക്കുക? ഖുർആൻ ഓതിയിട്ട്, സ്വതക്ക ചെയ്തിട്ട്, പള്ളിയിൽ ഇരുന്നിട്ട്, ഇൽമിന്റെ സാസം പങ്കെടുത്തിട്ട്, കുടുംബബന്ധം ചേർത്തിട്ട്, പിണങ്ങിക്കുന്ന ആളുകളെ അടുപ്പിച്ചിട്ട്, ഇങ്ങനെ ഏതെങ്കിലൊക്കെ പാവങ്ങളെ സഹായിച്ചിട്ട്, രോഗികളെ സന്ദർശിച്ചിട്ട്, മയ്യത്തിനെ പരിപാലിച്ചിട്ട്, ജനാസന്റെ കൂടെ നടന്നിട്ട്, ഇങ്ങനെയൊക്കെ ഖുർആൻ ഓതി ആരെങ്കിലും ഈ 10 ദിനരാത്രങ്ങളെ ബഹുമാനിച്ചാൽ അവന് തിരിച്ച് പടച്ചോൻ കൊടുക്കുന്ന ആനുകൂല്യം എന്താണെന്നറിയോ? തിരിച്ച് അള്ളാഹു അവന് കൊടുക്കുന്നത് 10 മഹത്താണ്. അതിൽ ഒന്ന് അൽ ബറക്കത്തു ഫിൽ ഉംരി, ആയുസിൽ ബർക്കത്ത് ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി വരുന്ന 10 ദിവസങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാല് ആയുസിൽ നല്ല ബർക്കത്ത് ഉണ്ടാവും. 2 വസിയാദത്തു ഫിൽ മാലി, സമ്പത്തിൽ നമ്മൾ അറിയാത്ത വർധനവ്. 3 വൽ ഹിഫ്ളു ലിൽ അയാലി, അവനെയും കുടുംബത്തെയും അള്ളാഹു പ്രത്യേകമായി പ്രൊട്ടക്ഷൻ നൽകും. 4 5 അവന്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല ഇങ്ങനെ പുറത്ത് പരിഹരിച്ച് മലക്കളോട് ഏടുന്ന് ഇങ്ങനെ മായ്ക്കാൻ വേണ്ടി പറയും. 6 അവൻ ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി എഴുതി വെക്കാൻ വേണ്ടി പറയും. പ്രധാനപ്പെട്ട മറ്റൊന്ന് അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് അള്ളാഹു തആല വേദന പാടെ കുറച്ചു കൊടുക്കും. ഈ 10 ദിവസങ്ങൾ ബഹുമാനിച്ചാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
ജുമുഅക്ക് ശേഷം അതുകൊണ്ട് ഓരോന്ന് വിശാലമായിട്ട് പറയേണ്ടതാണ്. അതിൽ 10 മണിക്കൂറൊക്കെ പിടിക്കും. ജുമുഅക്ക് ശേഷം ക്ലാസ് അല്ല, ക്യാപ്സൂൾ മാത്രമാണ് ഞാൻ തരാറുള്ളത്. പരിമിതമായ സമയമല്ലേ, ഒക്കെ തിരക്കുള്ള ആളുകൾ. അള്ളാഹു താല പറഞ്ഞു കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു ബഹുമാനിച്ച ദിനരാത്രങ്ങളെ സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെ. അതിന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു പറഞ്ഞവും കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ ശരീരങ്ങൾക്ക് ആരോഗ്യം നൽകട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. സദസ്സിൽ രോഗികളുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. എന്റെ പ്രിയങ്കരനായ ഒരു കൂട്ടുകാരൻ ബാക്കവി അത്യാസന്ന നിലയിലാണ്. നല്ല പണ്ഡിതനാണ്. മുഹമ്മദ് വാക്കവി മുണ്ടംപറമ്പ് എന്ന് പറയും. ക്യാൻസർ പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയാതെ ഡോക്ടർമാരൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിലാണെന്ന് എന്നോട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു. അല്ലാ, എന്താണ് അദ്ദേഹത്തിന് സലാമത്തെന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, നീ സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ക്യാൻസർ അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ശിഫയാക്കി തരണേ, രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, സദസ്സിലുള്ള മുഴുവൻ രോഗികൾക്കും നീ ശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട സ്ഥലങ്ങളെയും പവിത്രമായ ദിനരാത്രങ്ങളെയും സുഹൃതങ്ങളിൽ നിരതരായി സജീവമാക്കാനുള്ള ഭാഗ്യവും ബോധവും നിയോഗവും നൽകണേ അല്ലാ. സദസ്സിലുള്ള ബിസിനസ്സുകാർക്ക് ബർക്കത്ത് നൽകണേ. ഉലമാ മുത്തഅല്ലിമീങ്ങൾ ഞങ്ങൾക്ക് ഇൽമ നൽകണേ. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരെ, സേവിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, സന്തോഷിപ്പിക്കുന്നവർ, സഹായിക്കുന്നവർ അല്ലാഹുവേ, തിരിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഖൽബ് നിറയെ കൈ നിറയെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അസ്വസ്ഥതയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നാഫിയായ ഇൽമ പ്രദാനം ചെയ്യണേ റബ്ബേ. ഹജ്ജുംറകൾക്ക് വിവിധ നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്നും ഈ പള്ളിയിൽ നിന്ന് വരെ പോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് മഖബൂലും മബ്റൂറുമായ ഹജ്ജുംറകൾക്കും മർളിയായ സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ റബ്ബേ. നിന്നോടും പടപ്പുകളോടും ബാധ്യതകൾ ബാക്കി വെച്ച് മയ്യിത്താക്കല്ല അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ച് മണ്ണടഞ്ഞ് ബർസഖ് വിശ്രമത്തിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട്. പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുണ്ട്. എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ആരുമില്ലാത്ത 6 അടിയുടെ ഇരുട്ടുകൊണ്ട് ഭീകരമായ ആ ഖബറിന്റെ ഉള്ളിലേക്ക് പാവങ്ങളായ ഞങ്ങൾ വരുമ്പോൾ അതിനെ സ്വർഗമാക്കി തരണേ അല്ലാ. ഇരുട്ടത്ത് നീ വെട്ടം നൽകണേ അല്ലാ. ഞങ്ങളെ സുഖവാസ വിശ്രമ കേന്ദ്രം ഖബറുകളാക്കണേ അല്ലാ. നാളത്തെ തറവാട് സ്വർഗമാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم صحابي أجمعين. سبحان ربك رب العزة وسلام على المرسلين. السلام عليكم.